നമസ്കാരം. പാർലമെന്റ് ഹാളിന്റെ പ്രധാന കവാടത്തിൽ നിന്ന് അകത്തേക്ക് കയറാൻ ഒരുങ്ങിയ തന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിയോട് രാഹുൽ ഗാന്ധി ഒന്ന് നിൽക്കാൻ ആവശ്യപ്പെട്ടു. ലോക്സഭാ എംപിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് തന്റെ സഹോദരിയുടെ ചില ചിത്രങ്ങൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു രാഹുൽ പ്രിയങ്കയോട് നിൽക്കാൻ ആവശ്യപ്പെട്ടത്. ഒരു സഹോദരന്റെ അഭിമാനത്തോടെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുടെ ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ പ്രിയങ്കയോട് പുഞ്ചിരിക്കാൻ ആവശ്യപ്പെടുന്ന വീഡിയോകളിലൊന്ന് കോൺഗ്രസ് എക്സിൽ പങ്കിട്ടു. ആ വീഡിയോയിൽ ഞാനും ഒന്ന് ക്ലിക്ക് ചെയ്യട്ടെ എന്ന് രാഹുൽ പറയുന്നത് കേൾക്കാം. ഒരു നല്ല സഹോദരനെ പോലെ താൻ ക്ലിക്ക് ചെയ്ത ചിത്രങ്ങൾ പ്രിയങ്കയെ കാണിച്ച രാഹുൽ പിന്നീട് അത് എക്സിൽ പോസ്റ്റ് ചെയ്തു. വയനാട്ടിൽ നിന്നുള്ള തകർപ്പൻ വിജയത്തിന് പിന്നാലെയായിരുന്നു പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ. പുതുതായി സത്യപ്രതിജ്ഞ ചെയ്ത MP അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്കൊപ്പമുള്ള ചിത്രവും കോൺഗ്രസ് പുറത്തുവിട്ടു. വയനാട്ടിൽ നിന്ന് വിജയിച്ച കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ലോക്സഭാ MP-ആയി സത്യപ്രതിജ്ഞ ചെയ്തത് മലയാളിയുടെ തനത് വേഷമായി അറിയപ്പെടുന്ന സ്വർണ്ണ കസവ് ബോർഡർ ഉള്ള കേരള സാരി ധരിച്ചുകൊണ്ടായിരുന്നു. താൻ പ്രതിനിധീകരിക്കുന്ന നാടിന്റെ സൂക്ഷ്മമായ സൂചനയായി അവരുടെ വസ്ത്രം അടയാളപ്പെടുത്തപ്പെട്ടു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെയും മറ്റ് MP-മാരുടെയും സാന്നിധ്യത്തിൽ 52-കാരിയായ പ്രിയങ്ക ഗാന്ധി കയ്യിൽ ഭരണഘടനാ പുസ്തകവും ഏന്തിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സഹോദരൻ രാഹുൽ ഗാന്ധി, അമ്മ സോണിയാഗാന്ധി, ഭർത്താവ് റോബർട്ട് വാദ്ര, അവരുടെ മക്കൾ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ പ്രവേശത്തോടെ പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി ഗാന്ധി കുടുംബത്തിലെ 3 അംഗങ്ങൾ പാർലമെന്റിൽ ഇടം പിടിച്ചു. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ലോക്സഭയിൽ ഇരിക്കുമ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചതിനെ തുടർന്ന് അമ്മ സോണിയാഗാന്ധി രാജ്യസഭാ അംഗമായാണ് പാർലമെന്റിലെത്തിയത്. വയനാട്ടിൽ നിന്നും റായ്ബറേലിയിൽ നിന്നും വിജയിച്ച രാഹുൽ ഗാന്ധി തന്റെ പരമ്പരാഗത സീറ്റ് നിലനിർത്താൻ തീരുമാനിക്കുകയും വയനാട് ഒഴിയുകയും ചെയ്തതോടെയാണ് പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ മത്സരിക്കാൻ കളമൊരുങ്ങിയത്. 6.22 ലക്ഷം വോട്ടുകൾ നേടി തൊട്ടടുത്ത ഇടത് എതിരാളി സത്യൻ മൊകേരിയെ 4 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പ്രിയങ്ക ലോക്സഭയിലെത്തിയത്. 2024 തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ ഉയർന്ന മാർജിൻ നേടിയായിരുന്നു പ്രിയങ്കയുടെ വിജയം. തന്റെ വിജയത്തിന് ശേഷം പാർലമെന്റിൽ ജനങ്ങളുടെ ശബ്ദമാകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ പ്രിയങ്ക ഗാന്ധി, നിങ്ങൾ എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിന് ഞാൻ നന്ദിയുള്ളവളാണ് എന്നും കാലക്രമേണ ഈ വിജയം നിങ്ങളുടെ വിജയമാണെന്ന് നിങ്ങൾക്ക് ശരിക്കും തോന്നുന്നുവെന്ന് ഞാൻ ഉറപ്പാക്കുമെന്നും നിങ്ങളെ പ്രതിനിധീകരിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തി നിങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും മനസ്സിലാക്കുകയും നിങ്ങൾക്കായി പോരാടുകയും ചെയ്യുമെന്നും പാർലമെന്റിൽ നിങ്ങളുടെ ശബ്ദമാകാൻ ഞാൻ കാത്തിരിക്കുകയാണ് എന്നുമൊക്കെ വ്യക്തമാക്കി ട്വീറ്റ് ചെയ്തു. പ്രിയങ്ക ഗാന്ധിയെ കൂടാതെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ നന്ദേഡിൽ നിന്ന് BJP എതിരാളിയെ പരാജയപ്പെടുത്തിയ കോൺഗ്രസ് നേതാവ് രവീന്ദ്ര ചവാനും സത്യപ്രതിജ്ഞ ചെയ്തു. കോൺഗ്രസ് അംഗങ്ങൾ പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ ആഘോഷമാക്കിയപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ പരിഹസിച്ചാണ് BJP IT സെൽ മേധാവി അമിത് മാളവ്യ രംഗത്തു വന്നത്. വയനാട്ടിൽ നിന്നുള്ള പുതിയ മുസ്ലിം ലീഗ് MP സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു എന്നായിരുന്നു മാളവ്യയുടെ കമന്റ്. ഗാന്ധി കുടുംബത്തിന് യുഗമുഹൂർത്തം എന്നും മാളവ്യ ട്വീറ്റ് ചെയ്തു. കേരളീയ വേഷത്തിൽ പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ എത്തിയത് മലയാളികൾക്ക് വലിയ കൗതുകമായി. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് വയനാട് MP-ആയി സത്യപ്രതിജ്ഞ ചെയ്ത പ്രിയങ്ക കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ അംഗമാണ്. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയായി കേരള സാരിയിലെത്തിയ പ്രിയങ്കയെ വലിയ കയ്യടികളോടെയാണ് കോൺഗ്രസ് MP-മാർ പാർലമെന്റിൽ സ്വാഗതം ചെയ്തത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രതിപക്ഷ പ്രതിഷേധത്തിലും പ്രിയങ്ക പങ്കാളിയായി. ചാട്ടുളി പോലെ എതിരാളികളുടെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വാക്കുകളുമായി പാർലമെന്റിൽ പ്രിയങ്ക നിറഞ്ഞാടുന്നത് കാത്തിരിക്കുകയാണ് വയനാട് ജനതയും രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകരും ഇന്ത്യ മുന്നണിയാകെയും.